സ്നേഹമുള്ളവരെ, റോമായിലെ പരിശുദ്ധ കത്തോലിക്ക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിതമായി 125 വർഷങ്ങൾ പിന്നിടുകയും കിഴക്കൻ ഹൈറേഞ്ചിലെ പ്രഥമ ക്രിസ്തീയ ദേവാലയവുമായ മൂന്നാർ മൗണ്ട് കാർമൽ ആലയത്തെ അതിൻ്റെ ചരിത്ര, വിശ്വാസ, സാംസ്കാരിക, സാമൂഹിക സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉന്നത പദവി, ബസിലിക്ക സ്ഥാനം നൽകി അലങ്കരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴും വിജയപുരം രൂപതയിലെ അഭിമന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ദൈവജനവും മാത്രമല്ല, ഈ കിഴക്കൻ ഹൈറേഞ്ച് മേഖലയിലെ സകല ജനവിഭാഗങ്ങളും അതിൽ സന്തോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ ഇടവക, മൂന്നാറിലെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ദൈവജന സമൂഹം, അവരോടൊപ്പം മൂന്നാറിലെ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരും തന്നെ ഈ മാതൃ ആലയത്തിന് ലഭിച്ച ഉന്നത ദൈവിക പദവിയെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും പരസ്പരം ആഹ്ലാദം പങ്കിടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാറിൻ്റെ ഒരു സവിശേഷതയാണ് അതിൻ്റെ ഭാഷ, വർണ്ണ, മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അവിടെ ഒരു നല്ല കുടുംബ സാമൂഹിക ബന്ധമുള്ള ഒരു നല്ല സമൂഹത്തെ കാണുവാനായിട്ട് സാധിക്കും. അത് സൃഷ്ടിക്കുന്നതിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ പ്രഥമമായിട്ടുള്ള ഒരു സ്ഥാനം ഈ മൂന്നാർ ദേവാലയത്തിനും ഉണ്ട്. അവിടെ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ അനുഗ്രഹവും വിശുദ്ധ അന്തോനീസിൻ്റെ വളരെ ജനപ്രിയ സാന്നിധ്യവും ആ നാടിനെന്നും അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ഒരു ഇടവകയെ ഇടവകയാക്കുന്ന പ്രധാനപ്പെട്ട ചില സവിശേഷതകളിൽപ്പെട്ട ഒരു പ്രധാന സവിശേഷതയാണ് അവിടുത്തെ ദൈവജന സമൂഹം എന്ന് പറയുന്നത്. പല തലമുറകളായിട്ട് മൂന്നാറിലെ ദൈവജന സമൂഹം വളരെ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെ ഇടയ്ക്കും അവരുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയും അത് പുതിയ തലമുറകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സജീവമായിട്ടുള്ള ഒരു വിശ്വാസത്തോടെ നിൽക്കുന്ന ഈ ഇടവക സമൂഹത്തിനുള്ള ഒരു അംഗീകാരവും കൂടിയാണ് ഈ ബസിലിക്ക പദവി ലഭിക്കുന്നത്. അപ്പോൾ ഇടവക സമൂഹത്തെയും മൂന്നാറിലെ സകല ജനങ്ങളെയും ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ സുമനസ്സുകളെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും